ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൈവേ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്, ഇടവഴിയെല്ലാം കയറി വരണം. എന്നാൽ പിതാവ് നമ്മളാരും സ്വീകരിക്കുന്ന വഴിയും സ്വീകരിക്കില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തിരി അനുസരണ കുറവുണ്ടോ എന്നുള്ള ചെറിയ സംശയമുണ്ട് ഞങ്ങളുടെ അച്ഛന്മാർക്ക്. എന്ന് പറഞ്ഞാൽ പിതാവ് ലൈൻ ബസ്സിനെ വരുള്ളൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു പിതാവ് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വരുന്നത്? അതുപോലെ തന്നെ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോക്കൽ ട്രെയിൻ അതേ എടുക്കുള്ളൂ. അതാ ചില സമയത്ത് ഞാനൊരു തവണ പിതാവിനെ കുമ്പളത്ത് വെച്ച് ഞാൻ പിതാവിനെ എടുക്കാനായിട്ട് പോയി. അപ്പോൾ നോക്കുമ്പോഴേക്കും രാവിലത്തെ ആ ട്രെയിനിൻ്റെ സ്ഥിതി അറിയാമല്ലോ, ജോലിക്ക് പോകണവരുടെ തിരക്ക്. അതിനിടയിൽ നിന്ന് പിതാവ് ഞെരുങ്ങി വരുന്നതാണ് ഞാൻ കണ്ടത്. അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഏറ്റവും മിനിമം മാത്രം ചിലവഴിച്ച് യാത്ര ചെയ്യുന്നൊരു വ്യക്തി. നമ്മൾ നേരിട്ട് കൊണ്ട് ആക്കാമെന്ന് പറഞ്ഞാലും പിതാവ് സമ്മതിക്കില്ല. പിതാവ് പറയുന്ന ഏതെങ്കിലും സ്റ്റാൻഡിലോ അരൂരിലോ എരമല്ലൂരിലോ ഇവിടെ കൊണ്ട് ആക്കിയാൽ മതി, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അനുസരണക്കുറവുണ്ടെന്ന് പറഞ്ഞു കേട്ടാ, വേറെ ഒന്നും ചിന്തിക്കരുതേ. അപ്പോൾ അത്രത്തോളം എളിമയിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ രൂപതയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. പിതാവ് വിചാരിച്ച പോലെ തന്നെ എല്ലാം ചെയ്യാൻ സാധിച്ചു. പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ ഉണ്ട്. എന്നാലും ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ നമ്മുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം എല്ലാ അച്ഛന്മാരും വന്ന് കയറണം. പലരും ദൂരെ നിന്നൊക്കെ വരികയാണ്. 3 മണിക്ക് തന്നെ ഫംഗ്ഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2:30 തന്നെ നമ്മൾ ബസ്സിൽ നമ്മുടെ ബിഷപ്സ് ഹൗസിൽ നിന്ന് ഇറങ്ങണം. അതിനു മുമ്പ് പിതാക്കന്മാർ ഉടുത്തിരിക്കണം. ഇതെല്ലാം പിതാവ് പറയേണ്ടത് കറക്റ്റ് 3 മണിക്ക് തന്നെ തുടങ്ങും. ഇവിടെ നിന്ന് 2:30 ഇറങ്ങിയാൽ മതി എന്നാണ് പറയുക. ഞങ്ങളച്ഛന്മാർ, ഞാനടക്കം ഒരച്ഛനാണല്ലോ, ഞങ്ങളുടെയൊക്കെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യം ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും 3 മണിക്കും തുടങ്ങില്ല. ഞങ്ങൾ കൂരിയൽ അച്ഛന്മാർ തമ്മിൽ പറയുമായിരുന്നു, ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിതാവ് പറഞ്ഞു 3 മണിക്ക് പ്രവേശനകാരം ആരംഭിച്ചിരിക്കും എന്നുള്ള പിതാവ് ഷുവറായിരുന്നു ആ കാര്യത്തിൽ. ശരിക്കും ആ ഒരു കാര്യത്തിൽ പിതാവിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. 3 മണി എന്ന് പറഞ്ഞ് അടിച്ചപ്പോൾ പ്രവേശനഗാനം ആലപിച്ചു. അത്രയ്ക്കും ഷാർപ്പായിട്ടായിരുന്നു കാര്യങ്ങൾ പോയത്. ഞങ്ങൾ അച്ഛന്മാർക്കും പിതാക്കന്മാർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന പ്രദക്ഷിണം എത്താനായിട്ട് സമയമെടുത്തു. അത്ര സമയം തന്നെ പിതാക്കന്മാർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു ചെറിയൊരു കുറവ് ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് 3 മണിക്ക് തന്നെ നമുക്ക് ഫംഗ്ഷന് ആസ്പദമായിട്ടുള്ള പ്രവേശന ഗാനം ആലപിച്ചു. പിന്നീട് നടന്നത് അത് പിതാക്കന്മാരാണ് പറഞ്ഞത്. ഇത്രയും ഓർഡറായിട്ടുള്ളൊരു പരിപാടി ഞങ്ങൾ കൂടിയിട്ടില്ലെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ലാഗിങ്ങുമില്ലാതെ ഓരോ കാര്യം കഴിയുമ്പോൾ അടുത്തത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നടന്ന ഒരു ചടങ്ങെന്ന് അൽത്താര വിട്ട് പോകുന്നതിന് മുമ്പ് തന്നെയാണ് പല പിതാക്കന്മാരും എന്നോടും ആനാപുറമിൽ പിതാവിനോടും പറഞ്ഞിട്ട് പോയത്. എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞത് അവരാരും അറിഞ്ഞില്ല. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനപ്രഘോഷണമായിരുന്നു എൻ്റെ സഹപാഠിയായ പാമ്പ്ളാനി പിതാവ്. അതൊക്കെയാണ് അവർ വളരെ മനോഹാരിത ഇതിനകത്തുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുക. പിന്നെ അതിൻ്റെ പിറകിൽ എല്ലാവരും പറയും, ഇതിൻ്റെ പിറകിൽ ആരാണോ അവരെല്ലാവരും നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ കൂട്ടി ചെയ്തതിൻ്റെ ഫലമാണ് ഈ കണ്ടത് എന്നുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെയാണ് നന്ദി പറയാതെ ഞാൻ വിടുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.